ആരുമില്ലേ ഇവിടെ? ഇത് ഇസ്മയിലൊക്കെ തന്നയിച്ചതാ, ഇവിടെ തരാൻ പറഞ്ഞു. എന്താ മോനെ ഇത്? എനിക്കറിയില്ല. അച്ചപ്പം കൊള്ളിപ്പോന്നാ തോന്നണ. നല്ല മണണ്ട് കൊട്ട. ഞാൻ പോവാ. നിക്കും മോനെ, ഒന്ന് തിന്നു പൊയ്ക്കോ. വേണ്ടത് രമണി, മോൾക്ക് ഇസ്മായിൽ ഖാന്റെ വീട് അറിയോ? ഇന്നാളിവിടെ മോട്ടോർ സൈക്കിളിൽ വന്നില്ലേ, പുലിത്തോല് പോലുള്ള ഷർട്ടൊക്കെ ഇട്ടൊരു ഗൾഫൻ? മനസ്സിലായി. ഞങ്ങളുടെ സ്കൂളിന്റെ മുൻപിലുള്ള ആ പച്ച പെയിന്റ് അടിച്ച വീടല്ലേ? അത് തന്നെ. അവിടെ പോയി ഇത് മോൾ അയാൾക്ക് കൊടുക്കണം. അച്ഛൻ തന്നാണെന്ന് പറഞ്ഞാൽ മതി. എന്താടി ഇങ്ങോട്ട് വരാൻ പറയണ്ടേ? എന്തിനാടി? എനിക്കെന്നാ മോട്ടോർ സൈക്കിളിന്റെ പിന്നിൽ കയറി വരാമല്ലോ. അതിന് നീ ഇത്തിരി കൂടെ വളരട്ടെ. അവിടെ തന്നെ മതി. അങ്ങോട്ട് മാറ്റിയിടും. നമസ്കാരം സാർ. എന്തായി, തീർന്നോ? ഇല്ല സാർ, കുറച്ചുകൂടി ഉണ്ട്. താനൊരു കാര്യം ചെയ്യും. ഞാൻ നാളെ ലീവാ, മറ്റന്നാൾ കളക്ടറേറ്റിൽ. അതുകൊണ്ട് വെള്ളിയാഴ്ച ഓഫീസിലേക്ക് വരും. പിന്നെ വരുമ്പോ ആ സ്കെച്ച് കൊണ്ടുവരണം. നികുതി പിരിവൊക്കെ എന്തായി? ആയി വരുന്നു സാർ. അടുത്ത ആഴ്ച ഞാൻ വരുമ്പോ എല്ലാം ശരിയായിട്ടുണ്ടാവണം. എല്ലാം ശരിയാക്കാം സാർ. അപ്പൊ ശരി. പൈസ ഗോപാലിനെ തയ്ക്കാൻ അറിയോ? അത് നമ്മുടെ അച്ചുണ്ണിയല്ലേ? അയാൾ തയ്യൽ പഠിപ്പിക്കും. അവ അറിയില്ല.
ഒന്ന് ചോദിച്ചു. ഇവിടെ തയ്യൽ പഠിപ്പിക്കൂ. ആർക്കാ? അങ്ങേരിക്ക. പകലൊന്നും ഉണ്ടാവില്ല, രാത്രിയാണെങ്കിൽ പഠിപ്പിക്കാം. പഠിപ്പിക്കാത്രേ, പക്ഷെ രാത്രിയെ പറ്റുമെന്നാ പറയുന്നത്. ശരി, വാ. നീ ആ ടോർച്ചിങ് എടുത്തേ. ഇതിൽ ബാറ്ററി കുറവാണ് കേട്ടോ. സാരമില്ല. നിങ്ങൾക്ക് ഈ പഠിത്തം കാലത്താക്കിക്കൂടെ? അതിന് അയാൾക്ക് സൗകര്യം വേണ്ടേ? നീ വാതിലടച്ചു കിടന്നു തുടങ്ങും. സാറോ വരണം സാർ. ഇരിക്കണം. വെറുതെ അറിയാൻ വേണ്ടി ചോദിക്കുക. സാറിപ്പോ എന്തിനാ പഠിക്കണത്? ഒരു കലയല്ലേ, ചുമ്മാ പഠിച്ചിരിക്കാമെന്ന് കരുതി. എന്നാ സാർ ഇങ്ങോട്ടിരി. ആദ്യമായിട്ട് വേണ്ടത് തൊട്ട് നിറയെ വയ്ക്കാം. 37 വർഷം പഴക്കമുള്ള മെഷീനാ. ഞാനിത് വേറെ ആരെയും തൊട്ടിച്ചിട്ടില്ല, പിന്നെ സാറായത് കൊണ്ടാ. ആരാ ഈ പുതിയ കുറ്റാച്ചുണ്ണേട്ടാ? നീ അറിയില്ലേ? നമ്മുടെ തഹസിൽദാരാ. അയ്യോ, എനിക്ക് മനസ്സിലായില്ല. സാറിന് തയ്യലൊന്ന് പഠിക്കണമെന്ന്. നല്ലതാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നമുക്ക് വേണ്ടപ്പെട്ടൊരു പയ്യനാ, രാഷ്ട്രീയ. എന്നാ മന്ത്രിയാവാന്ന് അറിയില്ല. രണ്ടു കെട്ട് ബീഡിയും തീപ്പെട്ടി. വത്സലേ, അവർക്ക് എന്താച്ചാ കൊടുക്ക്. ഇത് നമ്മുടെ തഹസിൽദാരാ, തയ്യല് പഠിക്കാൻ വന്നിരിക്കുക. എന്താണ് രാത്രി തഹസിൽദാർക്ക് ഇവിടെ ഒരു കോള്? നമുക്ക് അകത്തിരുന്ന് പഠിക്കാൻ പറ്റൂ. എന്തേ? അല്ല, ആളുകൾ കണ്ടാൽ. അതിനെന്താ, പിടിക്കുമോളെ. സാറിങ്ങോട്ട് പോരേന്നേ.
ആരാ അത്? ഞാൻ തന്നെയാ. തുറക്ക്. എന്താ ഇത്ര വൈകിയത്? ഒരുപാട് ദൂരം ഉണ്ടെന്നേ. ചോറ് വിളമ്പട്ടെ? വേണ്ട, എനിക്കൊന്ന് കുളിക്കണം. നീ ആ സോപ്പും തുറന്നെടുത്ത്. എല്ലാം അകത്തുണ്ട്. എന്താ പതിവില്ലാത്തൊരു കുളി? വല്ലേന്റെ ഒക്കെ കയ്യിൽ നിന്ന് കടം മേടിച്ച് വളരേണ്ട ഒരു കാര്യമില്ല. ഉള്ളത് കിട്ടാ മതിയായിരുന്നു. നിങ്ങൾക്ക് ആ ജീപ്പ് ഒന്ന് കൊണ്ടുവരാൻ പറയാമായിരുന്നില്ലേ ഗോപാലിനോട്? ഏയ്, അതൊന്നും ശരിയല്ല. നമുക്ക് വേഗം പോവാൻ കേട്ടോ. 8:30 മുഹൂർത്തം. മണി 8:15. ആരുടെ കുറ്റമാ? നിന്റെ അണിഞ്ഞൊരുങ്ങൽ കാരണമല്ലേ? ഓ പിന്നെ. ആ, കേറ് കേറ്. ഭയങ്കര ഭയങ്കര ഒന്ന് കേറിന്റെ മാഷയുടെ വേഗം. ഒരു കാർ ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാനിന്ന് അക്കരെ പോയിട്ട് വരട്ടെ, എല്ലാം ശരിയാവും. നിങ്ങൾ പോയി വന്നത് തന്നെ. പിന്നെ നിനക്ക് ജട്ടി തയ്ക്കാനാണ് ഞാൻ തയ്യൽ പിടിക്കാൻ പോണത്. തഹസിൽദാർ സ്പീക്കിംഗ്. സാർ, ആ സ്കെച്ച് തയ്യാറായിട്ടുണ്ട് സാർ. ഒന്ന് നോക്കിയിട്ട് പറയാം. ഇപ്പൊ പറയാം സാർ. ഇന്നിലൂടെ ഈ ഫയൽ കൊണ്ടുവരാൻ പറയും. ഒരു മിനിറ്റ് സാർ, ഇപ്പൊ പറയാം. ഒന്ന് വേഗം വന്നേ. ആ എസ്റ്റിമേറ്റ് അയച്ചതിന്റെ കോപ്പി എടുത്തേ. $16,250 സർ. 16,250. ഇല്ല സർ, മുല്ലശ്ശേരി വില്ലേജ് ഓഫീസർ മാത്രമേ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ. അതെ, നാരായണൻ നായർ. ശരിയായി വരുന്നു സർ, അടുത്ത ആഴ്ച അയക്കാം. അതെ സർ, ശരി സർ. നമസ്കാരം സർ, ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം. ആ, അതിനാദ്യം നിങ്ങളുടെ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടുവരൂ. അതിനുശേഷം ഞാൻ ഇഷ്യൂ ചെയ്യാം. ഇന്ന് തന്നെ കിട്ടേണ്ട ഒരു അത്യാവശ്യമുണ്ട് സർ. അതല്ലേ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പോയി വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി വരാൻ. എന്നാലേ എനിക്ക് എഴുതി തരാൻ പറ്റൂ. സാറിന് എന്നെ മനസ്സിലായില്ലേ? സാറ് തുന്നൽ പഠിക്കാൻ വരുന്നിടത്ത് വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, ഓർമ്മയില്ലേ? സാർ, അനിയന് ദുബായിക്ക് പോകാൻ വിസ വന്നിരിക്കുന്നു. ഇനി 4 ദിവസമേ ഉള്ളൂ. പാസ്പോർട്ടിൽ പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാനോ ഡ്രൈവറായിട്ട്. വില്ലേജ് ഓഫീസറെയും മറ്റും കാണാൻ ഇനി നേരമില്ല. ഇന്ന് തന്നെ കിട്ടിയാൽ നന്നായിരുന്നു. സാറൊന്ന് മനസ്സ് വെച്ചാൽ. ഇരിക്കൂ.
ആ പാസ്പോർട്ട് വരാൻ പറയും. അനുജന് എങ്ങനെയാ വിസ കിട്ടിയത്? അത് ഗ്രൂപ്പ് വിസയാ സർ. എന്തായിട്ടാ? ഡ്രൈവറായിട്ടാ. ഓഹോ. ഇങ്ങനെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി കൊണ്ടുവരും.